everyone, welcome back to my YouTube channel. Welcome back to my YouTube channel. So we are at Shisha Fort Kochi. ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. അഗെയിൻ വെൽക്കം. ഞാൻ ഓൾറെഡി ഒരു വെൽക്കം പറഞ്ഞായിരുന്നു. സോ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള ഷിഷ അറ്റ് കൊച്ചി. ഷീഷയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഷീഷയാണോ ഗായ്സ്? ഷീഷ ഓക്കെ. സോ ഞങ്ങൾ ആക്ച്വലി ഞാനും റോഹനും സാത്തറിൽ കാരൻ വന്നപ്പോൾ ഒരു സമയത്ത് ഷീഷ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് വെള്ളത്തിൽ നിന്ന് ഇവോപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്മോക്ക്, ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് ആക്ച്വലി. ഇവിടെ കുറേ വർഷങ്ങളായിട്ട്, അതായത് ഇവരൊക്കെ ചെറുപ്പത്തിൽ തൊട്ടുള്ളൊരു പ്ലേസാണ്. ഈ ബിൽഡിങ്ങിൻ്റെ പേരെന്തായിരുന്നു? ഞാൻ ബിൽഡിങ്ങിൻ്റെ പേര് മറന്നുപോയി. പുറത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ 2 ടൈപ്പ് ഓഫ് സീറ്റിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ താഴെയിരിക്കണം എടുത്തത്. സോ നമുക്ക് മെനു നോക്കാം. ഹായ് ഗായ്സ്, സോഫാർ എങ്ങനെയുണ്ട്? കൊള്ളാം. നിങ്ങൾക്ക് നൊസ്റ്റാൾജിയ അടിക്കുന്നുണ്ടോ? നിങ്ങൾ അവിടെയാണല്ലോ ഇരുന്നത്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇവർ വന്നിട്ടുണ്ട്. എനിക്ക് ഇവരുടെ സീറ്റിംഗ് ഭയങ്കര ഇഷ്ടമായി. ഇവരെന്നോട് പറഞ്ഞായിരുന്നു താഴത്തെ സീറ്റിംഗ് ഉണ്ടാവും, അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഞാനപ്പോൾ എൻ്റെ ജോഗേഴ്സ് ഇട്ടത്. അപ്പുറത്ത് ആക്ച്വലി ടേബിളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഫുഡും നല്ലതാണെന്നാണ് ഇവർ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ആയിട്ടോ ഫാമിലീനെ ആയിട്ടോ ഒക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ കം ഹിയർ. ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ്, പക്ഷെ നമുക്ക് നോക്കാം. പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്നപ്പോൾ ഭയങ്കര സുഖമുണ്ട്. ഞാൻ വിചാരിച്ചു ഓപ്പൺ, ഇവർ പറഞ്ഞു റൂഫ് ടോപ്പാണ്. അപ്പോൾ ഞാൻ ചൂട് പ്രതീക്ഷിച്ചു, പക്ഷെ നല്ല തണുപ്പാണ്. കാരണം ഓടാണ്, ഫുൾ ഓടാണ്, വിച്ച് ഇസ് സോ നൈസ്. ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. പിന്നെ ഞാൻ പറയാവുന്നത്, നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കണത് ഒരു പൊട്ടാറ്റോ ഹണി സംതിങ്, പിന്നെ ഒരു ചിക്കൻ 65 ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഫുഡില്ല. അവർ പറഞ്ഞു ചൈനീസും പിന്നെ സ്റ്റാർട്ടേഴ്സും ഉള്ളു. കാരണം നമ്മൾ അടക്കാറായപ്പോഴാണ് വന്നത്. ഓൺലൈനിൽ ഗൂഗിളിൽ നോക്കിയപ്പോൾ 3 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ 3 മണി വരെ ഉണ്ടല്ലോ പയ്യെ പോകാമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛോ പറഞ്ഞു ഒന്ന് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കുമെന്ന്. വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 11 മണി വരെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓടി വന്നത്. ഇപ്പോൾ 10 മണിയായി. നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഷീഷ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇവർ 4 ഫ്ലേവറാണ് പറഞ്ഞത്. 3 ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ, അതായത് ഗ്രേപ്പ്, ബ്ലൂബെറി ആൻഡ് കിവി പറഞ്ഞു. എനിക്ക് കിവി അലർജിയാണ്. അതിനെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എന്നാലും കിവി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഗ്രേപ്പാണ് പറഞ്ഞത്. അതിന് 650 രൂപയാണ്. പിന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് എന്താ ബ്രെയിൻ ഫ്രീസർ ഉണ്ടെന്ന് പറഞ്ഞു, അതിന് 950. അപ്പോൾ നമുക്ക് സ്ട്രോങ് ഒന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് വി കെയിം ഫോർ ദ എക്സ്പീരിയൻസ്. വെള്ളം ചൂടാക്കുമ്പോൾ ഉണ്ടാവുന്ന പുക പോലത്തെ എന്താ സംഭവമാണ് അല്ലേ? അതാണ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ? നല്ലൊരു ഫീലിംഗ്, നല്ല ആംബിയൻസും നല്ല. ഞാൻ കറക്റ്റ് മുഖത്തോട്ട് ലൈറ്റ് ഇരിക്കുന്ന അവിടെ വന്നിരുന്നത്. ഹലോ മിസ്റ്റർ റോഹൻ, വൈ ആർ യു സോ ബിസി? ഗായ്സ്, നമ്മുടെ ഷീഷ വന്നിട്ടുണ്ട്. താങ്ക് യു. ഓ, ഇത് ഗ്രേപ്പ് അല്ലേ? സോ ഗായ്സ്, ഇതാണ് ഷീഷ. ഫാനല്ലേ? ഫാൻ വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. എനിക്കും ട്രൈ ചെയ്യണേ ഗായ്സ്. ഇത് കണ്ടോ, നമ്മൾ
അത് വലിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇതാകുന്നുണ്ടോ, എന്ത് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഞാൻ ട്രൈ ചെയ്യാൻ പോണേ. ഇവരെല്ലാവർക്കും ഡിഫറെൻറ്റ് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഫണലോ സംതിങ് എല്ലാവർക്കും ഉണ്ട്. കാരണം ഒരാൾ ഉപയോഗിച്ചത് വേറൊരാൾ ഉപയോഗിക്കില്ല. നമ്മൾ ഫാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു, ലൈറ്റാണ് ഓഫ് ചെയ്തത്. ബാക്കിൽ ഫുഡ് വരുന്നുണ്ട്, അതിൻ്റെ ഭയങ്കര ഇതല്ലേ ഫുഡിൻ്റെ. ഞാനിത് വലിക്കുന്നതിന് മുന്നേ ചുമക്കാൻ തുടങ്ങി. ഓക്കെ, ട്രൈ ചെയ്യാം. എങ്ങനെ മേളിലോട്ട് വലിക്കണം അല്ലേ? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. നമുക്കിന്ന് പോണ്ടേ? ഓ മൈ ഗോഡ്, ഞാൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ക്യാരണ്ടൊപ്പം സാത്തറിൽ വലിച്ചായിരുന്നു. പക്ഷെ അത് കുറേ വർഷമായി അല്ലേ. ഫസ്റ്റ് എടുക്കുമ്പോൾ എന്തായാലും ഉണ്ടാവും തോന്നണം. Oh my god, I'm so sorry guys. Let's try again. എന്തായാലും ഫസ്റ്റ് പ്രാവശ്യം ചുമ വന്നു. എൻ്റെ വായിൽ നിന്നാണെങ്കിൽ പുകയും വന്നില്ല. അപ്പം ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യും. എന്തായാലും എനിക്ക് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തുകൊണ്ട് ഇഷ്ടമില്ല. സാത്തറിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു. വെള്ളമാണ്, വെള്ളത്തിൻ്റെ വേപ്പറിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സ്മോക്കാണ് നമ്മൾ ഈ വലിച്ചെടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് വലിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഫുഡ് കുക്ക് ചെയ്യുന്നതിൻ്റെ പുക വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓപ്പൺ കിച്ചണാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കണം, ബിക്കോസ് ഇറ്റ്സ് സ്മോക്ക് ഗൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവർ കത്തിച്ചിട്ടേക്കണത്. ഇതൊരു ഫ്ലേവറുള്ള സാധനം, നമ്മൾ ഗ്രേപ്പാണ് പറഞ്ഞത്. പിന്നെ കണ്ടോ, അതാണ് അവരുടെ കിച്ചൺ. ഇറ്റ്സ് എൻ ഓപ്പൺ കിച്ചൺ, അതുകൊണ്ട് അവിടെ നിന്നുള്ള സ്മോക്ക് വരുന്നുണ്ട്. അതാണ് എനിക്ക് ചുമ ഏറ്റവും കൂടുതൽ സീനായത്. ഐ എം എ ബിറ്റ് സ്കേർഡ്. എന്തായാലും നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അവിടെ ഫുഡ് വന്നു. നമ്മൾ പൊട്ടറ്റോവും പിന്നെ ചിക്കനോ പറഞ്ഞേ സെറ്റ്. താങ്ക് യു. അയ്യോ സോറി ഗൈസ്, ഫൈനലി ഞാൻ പഠിച്ചു. ഇതിപ്പോൾ റോഹൻ്റെ തന്നെ ഞാൻ പറ്റില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഹസ്ബൻഡാ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ വായിലോട്ട് വലിക്കുക. ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്നും വലിക്കണം. ജസ്റ്റ് വലിച്ചിട്ട് വായ തുറന്ന് വെച്ചാൽ മതി, അത് തന്നെ പുക പോകും. ഓക്കെ, ഇപ്പം എനിക്കിതിൻ്റെ വൈബ് കിട്ടിയ എന്തോ ഒരു ഫ്ലേവർ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഒരു പ്ലെയിൻ ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഉള്ള പുക പോലെയല്ല, വേറെ എന്തോ ഒരു ഫ്ലേവർ തോന്നുന്നുണ്ട്. വെള്ളത്തിൻ്റെ വേപ്പ്. നൈസ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്തോളൂ. ഒരു മണിക്കൂറുള്ള സമയം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു 650 ഒരെണ്ണം മേടിച്ചു. വി കൻ എവ്രി വൺ ക്യാൻ യൂസ് ഇറ്റ്. ഇപ്പോൾ 950 മേടിക്കണ്ട, കാരണം ഇതിനേക്കാളും സ്ട്രോങ് ആണെന്നാണ് പറഞ്ഞത്. ഇത് തന്നെ മതി 650. എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചൂസ് ചെയ്യാം. എന്തായാലും ഞാൻ ഫുഡ് കൂടെ വന്ന സ്ഥിതിക്ക് ലെറ്റ്സ് ട്രൈ ദ ഫുഡ്. സോ ദിസ് ഇസ് ചിക്കൻ 65. അതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് 200 രൂപ. ഫുഡിന് അധികം റേറ്റ് ഇല്ല കേട്ടോ, ഞാൻ വിചാരിച്ച പോലെ അധികം റേറ്റ് ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അത് നിങ്ങൾ ട്രൈ ചെയ്തോ. നിങ്ങൾ പൊട്ടറ്റോ എടുത്തരോ ഗൈസ്. സവാളയുണ്ട്. എനിക്ക് ആക്ച്വലി ഐ ഹേറ്റ് സവാള. എനിക്ക് ഒണിയൻ വെറുതെ തിന്നാൻ ഇഷ്ടമില്ല. പക്ഷേ ഇതുപോലെ ചിക്കൻ ഫ്രൈഡ് ഒപ്പം പിന്നെ കാട്ടിക എന്ന് പറഞ്ഞൊരു സ്നാക്ക് ഉണ്ട്, അതിൻ്റെ ഒപ്പം തിന്നാനായിട്ട് ഇഷ്ടം. ഗുഡ് ഗൈസ്. അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രഞ്ച് ഫ്രൈസ് തന്നെ, പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു സോസ്, ഹണി ചില്ലി സോസാണ്. ലെറ്റ്സ് ട്രൈ ഇറ്റ്. വെരി ഗുഡ്, കൊള്ളാം കേട്ടോ. ഒരു എരിവുണ്ടല്ലേ, എരിവുണ്ട്, ഒരു ചെറിയൊരു മധുരം, നല്ല എരിവുണ്ട്. ഇതുണ്ടാക്കണേന് മുളകാന്ന് തോന്നുന്നില്ല നേരത്തെ വന്നത്. ഇപ്പൊ പക്ഷെ കൊള്ളാട്ടോ, ഇപ്പൊ ബെറ്ററായി. നമ്മൾ ഫാൻ ഓഫ് ചെയ്തു, കാരണം പുക ഇങ്ങനെ മൊത്തം പറക്കും. Having fun? കഴിച്ചോ എടുത്തോ എല്ലാം എടുത്തോ.
നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരാനും ഫ്രണ്ട്സായിട്ട് വരാനും കൊള്ളായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉച്ച സമയത്തൊക്കെ വന്നേക്കാന്ന് ഇതുപോലെ രാത്രി വന്നതാം, അധികം ചൂടുണ്ടാവില്ല. ആൻഡ് ഇറ്റ്സ് എ വൈബ്. ഐ റിയലി ലവ് ദിസ് പ്ലേസ്. നമ്മൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല അല്ലേ? ഫുഡ് അടിപൊളി അല്ലേ? കൊള്ളാലോ, എല്ലാം കൊള്ളാലോ. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ ക്ലിപ്സ് എടുക്കാം കേട്ടോ. സോറി ഗൈസ്, മൈക്ക് അപ്പുറത്ത് പറമ്പിലായിരുന്നു വെച്ചാൽ. ഫുഡ് വളരെ നല്ല കേട്ടോ, എനിക്കിഷ്ടം. അധികം എക്സ്പെൻസീവ് അല്ല. ഇത് രണ്ടും കൂടി ഇപ്പം നമുക്ക് ഒരു 400 ആയെന്ന് തോന്നുന്നു അല്ലേ? ഒരു 350 400 ആ ഒരു റേഞ്ച് ആയുള്ളൂ. പക്ഷേ കൊള്ളാം, ആ വിലക്കുള്ളതുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. പൊട്ടറ്റോ കൊള്ളാം, എരിവുണ്ട് ഇച്ചിരി കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ചില സാധനങ്ങൾ അങ്ങനെയില്ല, എരിവുണ്ടെങ്കിലും നമ്മൾ തിന്നും, ടേസ്റ്റും ഉണ്ട്. നൈസ് ഗൈസ്, ഞാനൊരു പുതിയ സ്കിൽ പഠിച്ചു കേട്ടോ. കണ്ടോ? ഫോക്കസ്. ശരിയായില്ലല്ലേ? ഇപ്പോൾ യൂസ്ഡ് ആയി. ഫസ്റ്റ് എനിക്ക് നല്ല ചുമ വന്ന് നല്ലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ഇപ്പം ഇറ്റ്സ് വെരി ഗുഡ്. ഒന്നുമില്ല, നമുക്ക് വലുതായിട്ട് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ ഒരു രസം, ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു എക്സ്പീരിയൻസ് വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. യു ക്യാൻ ഡു ദിസ്. ആൻഡ് ഇതുപോലെ നല്ല ഫുഡും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് അല്ലേ? എടുത്തോ. സോ മെനി ഫോക്ക്. പാട്ടും കൂടി ഉണ്ടായിരുന്നു, കൊള്ളാം. എനിക്കെന്തായാലും പാട്ടിടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട്. നൈസ്. എനിക്കെന്തോ ഇവിടെ ഇഷ്ടമായി. ഓടുള്ളതുകൊണ്ട് നമ്മൾ ഫാൻ ഓഫ് ചെയ്തിട്ടും തണുപ്പുണ്ട്. പിന്നെ സൈഡിലൊക്കെ ഓപ്പൺ ആണ്, അപ്പോൾ സൈഡിൽ നിന്ന് കാറ്റ് വരും അല്ലേ? ഗായ്സ്, ഇങ്ങനെ ഒരു 4 സെക്ഷനായിട്ടാണ് താഴെ ഇരിക്കുന്നത് ഇവർ വെച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെയൊക്കെ വേറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇവിടെ എടുക്കാഞ്ഞ്. പക്ഷെ ഇപ്പോൾ നമ്മൾ മാത്രമല്ല, ഇപ്പോൾ അടക്കും ഇതിപ്പോൾ. ഓക്കെ ഗായ്സ്, സോറി, ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു ശീശ 4 ആൾക്കാർക്കേ പറ്റുള്ളൂ. എക്സ്ട്രാ പേഴ്സണ് 200 രൂപ. ഇവിടെ നമുക്ക് സ്മോക്കിംഗ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. ആകെ ഇവർ തന്നെ ശീശ വലിക്കുക, അല്ലാതെ പുറത്തുനിന്നുള്ള സ്മോക്കിംഗ് ഒന്നും പറ്റില്ല. നമ്മുടെ ഫോർട്ട് കൊച്ചിയാണ് ഈ കാണുന്നത്. ഇത് പിരിട്ടായത് കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല, ബട്ട് വെളിച്ചുണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ സീറ്റിംഗ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ നമുക്ക് ടേബിൾസൊക്കെ ഉണ്ട്. കൊള്ളാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നൈസ് പ്ലേസ്. എങ്ങനെയാന്നാവോ ഈ ഫാൻ ഓഫ് ചെയ്തിട്ട് ഇത്ര കാറ്റ്? എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എസ്പെഷ്യലി എനിക്ക് രാത്രി ഇറങ്ങുമ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി ഫീൽ ചെയ്യാറുണ്ട്. പുറത്ത് നല്ല തണുപ്പാണ്. ഇന്നലെ ആക്ച്വലി റോഹൻ 4 മണിക്ക് വന്നപ്പോൾ ഞാൻ ഓർക്കടെ വാതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു, വീടിൻ്റെ ഉള്ളിൽ അത്രയും തണുപ്പില്ല കേട്ടോ, പുറത്ത് നല്ല തണുപ്പുണ്ട്. വിച്ച് ഇസ് നൈസ്. എനിക്കിഷ്ടമായി. കൊതുകുണ്ട് കേട്ടോ ഓപ്പൺ ആയതുകൊണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. കൊതുകുണ്ട്. പിന്നെ ഫാൻ ഇട്ടാൽ കൊതുകുണ്ടാവില്ല, പക്ഷേ ഫാൻ ഇട്ടാൽ ഈ പുക ഇങ്ങനെ വരില്ല. മീളിൽ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കറക്റ്റ് കനലില്ലേ? ചാക്കോളിലാണ് ഇവരെന്തോ ഫ്ലേവർ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്നത്. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. നമ്മൾക്കൊരു ക്യൂരിയസ് അങ്ങനത്തെ രീതിയിൽ വന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ, പക്ഷേ എനിക്ക് എന്താ ഇഷ്ടമായി ഫുഡും അതിൻ്റെ ഒപ്പം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരും. ഇറ്റ്സ് നൈസ്. ഇനി ഒരു ദിവസം വീട്ടുകാരായിട്ടൊക്കെ വരണം, നമുക്ക് ട്രൈ ചെയ്യാം. ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ സാത്തറിൽ നിന്നാണ് ട്രൈ ചെയ്തത്.
സാത്തറിൽ ഇതുപോലെ ഓപ്പൺ അല്ല, മേളിൽ ഒരു AC റൂമായിരുന്നു. കയറിയപ്പോൾ തന്നെ ഫുൾ അവിടെ പുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എന്തോ ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഫുഡും നമ്മൾ കുറേ ഫുഡ് ഓർഡർ ചെയ്തു. അന്ന് നമ്മൾ അവിടുത്തെ പ്ലാറ്ററൊക്കെ വെച്ച് നമ്മൾ കുറച്ച് ഫുഡ് ജസ്റ്റ് സ്നാക്സ്, കാരണം വീട്ടിൽ പോയിട്ട് നമുക്ക് ഡിന്നറുണ്ട്. ഓക്കെ ബൈ ബൈ ബൈ. നമ്മൾ ഈ ഇരിക്കുന്ന അവിടെ നമ്മൾ ചെരുപ്പ് ഇടുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട്. പിന്നെ ഈ കുഷ്യനൊക്കെ കൊള്ളാം. എനിക്ക് ആദ്യം ഐ വാസ് സ്കെപ്റ്റിക്, പക്ഷേ ആഫ്റ്റർ ദിസ് പോയിന്റ് നമ്മൾ ചെരുപ്പ് അവിടെ ഊരിയിടണം. പിന്നെ അങ്ങോട്ട് അഫ്കോഴ്സ് ചെരുപ്പിടണം ഗൈസ്. നൈസ്. ഗൈസ്, ചിക്കൻ 65 നമ്മൾ തീർത്തു. ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഭയങ്കര എരിവുണ്ട്. നമ്മളത് കാരണം തണുത്ത വെള്ളം മേടിച്ചിട്ടുണ്ട്. ഇതും കൂടി തീർത്താൽ നമ്മളിവിടെ നിന്ന് പോകും. പിന്നെ ഇത് തീരില്ലെന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മൊത്തം കത്തി തീർന്നാൽ ഇത് തീരുമായിരിക്കും. പക്ഷെ നമുക്കങ്ങനെ തീർക്കണം എന്നൊന്നും ഇല്ലല്ലോ. സോ ഇപ്പം നമ്മൾ പോകും മിക്കവാറും. സോറി ഗൈസ്, ഇപ്പം നമുക്ക് പുതിയ കനൽ ഇവർ വെച്ചിരുന്നു. ആ ഇതിലാണ് ചാർക്കോൾ ഉള്ളത്. താങ്ക് യു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാർക്കോൾ വലിച്ചു. ആൻഡ് ദിസ് പ്ലേസ് വിൽ ബി ക്ലോസിങ് സൂൺ. സോ out of here. So നമ്മുടെ ടോട്ടൽ ബിൽ വാസ് 1000 rupees. 1103 ആയിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഒരു ഷീഷ, അതായത് ഗ്രേപ്പ് ഫ്ലേവേർഡ് 650 രൂപ, പ്ലസ് ചിക്കൻ 65ഉം ഒരു ഹണി ഫ്ലേവേർഡ് പൊട്ടറ്റോ, ഒരു വാട്ടർ ബോട്ടിലും ബോട്ടിൽ ഓഫ് വാട്ടർ എന്ന് പറയാൻ വന്നതാണ്. ആൻഡ് ദിസ് ഇസ് എ ഹോട്ടൽ ഗൈസ്. ദെയർ ആർ റൂംസ് കണ്ടോ, ആസ് എ ഹോൾ വേ. കൊള്ളാം, നല്ലൊരു ഹോട്ടലാണ്. പക്ഷെ ലിഫ്റ്റ് ഇല്ല, ആകെ 3 ഫ്ലോർസ് ഉള്ളൂ, നടക്കുന്നതല്ല. സോ ദിസ് വാസ് മൈ വീഡിയോ. ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. ഹായ്, ഡിഡ് യു എൻജോയ്? നൈസ് ഡേ. ആക്ച്വലി അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ കുറേ സംസാരിച്ചു അല്ലേ, കുറേ നേരം പുകവിട്ട് കളിച്ചു, സംസാരിച്ചു. അധികം ആൾക്കാരുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറേ നമുക്കൊരു ക്വാളിറ്റി സമയം കിട്ടി. നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് ഫാമിലീസിനായിട്ടൊക്കെ വരാൻ നല്ല. ഇവിടെ എന്തോ പ്രീമിയം ലൗഞ്ച് ഉണ്ട്, AC ഉള്ളത്. ഇവിടെ ഇപ്പം ആരും ഇല്ല, പക്ഷെ ഇത് കണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം നമുക്ക് അവിടെ വരാം. ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമായി, മേളിൽ ഓടായത് കാരണം ഫാമിലി ആയിട്ടൊക്കെ വരാന്നല്ലേ. ഇവിടെ വേറെ എന്തൊക്കെയുണ്ട്, കേരള മീൻസ്. പിന്നെ ഞാൻ, മൈ ഹസ്ബൻഡ്, അച്ചു. ഓക്കെ ഗായ്സ്, guys, we are out. ഇതാണ് ഹോട്ടൽ. ദ ഹോട്ടൽസ് നെയിം ദൈവമേ ബ്രൈറ്റ് ഹെറിറ്റേജ് എന്നാണ്. ബ്രൈറ്റ് ഹെറിറ്റേജ്. ഇവിടെ റൂംസ് ഉണ്ട്, ഷിഷാറ്റ് കൊച്ചിനുണ്ട്, പിന്നെ ഒരു ഫോർട്ട് ലൗഞ്ച് നമ്മ ഇപ്പോൾ കണ്ട, പിന്നെന്താ ലോബി. ഈ റോട്ടിലാണുള്ളത്. നമ്മളുടെ നമ്പർ 18 ഹോട്ടലൊക്കെ ഇല്ലേ, നമ്മുടെ ഖിസ ഒക്കെ ഉള്ളത്, അതിൻ്റെ സൈഡത്തെ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. So let's go home. ഏറ്റവും മേളിലായിരുന്നു
ഗൈസ് ഐ ലിറ്ററലി ഫൊഗോട്ട് ടു ടേക്ക് ദി എൻഡിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് എനിത്തിങ് യു വാണ്ട്. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ബൈ ബൈ.